ഇവിടുന്ന് പിടികൂടി പരിശോധിച്ചപ്പോൾ കിട്ടിയത്. ഇപ്പൊ ഞങ്ങളിവിടെ പരിശോധിച്ചപ്പോൾ ഞങ്ങൾ കിട്ടിയ സാധനം ഇത്. ക്ഷമിക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ സംഭവമാണ് വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. ഈ റാഡ് വെച്ചാണ് ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസാക്ഷി കറക്കാൻ വേണ്ടി വെൽഡിംഗ് റാഡ് വെച്ച് സാധനം കൊരിങ്ങത്തോട്ട് വെക്കും. എന്നിട്ട് അത് 50 രൂപ മേടിച്ചിട്ട് 25 രൂപ മേടിച്ചാൽ 30 രൂപ മേടിച്ചിട്ട് നമ്മുടെ നെറ്റിലോട്ട് വെക്കും. ഇതാണ് ചെയ്യുന്നത്. ഈ കുപ്പക്കുഴിയിലിട്ടാ ഉണ്ടാക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു പാ നൂറ്റിട്ടെങ്കിലും ചെയ്യാനുള്ള സാമാന്യ മര്യാദ ഇവന്മാർക്ക് കാണിച്ചുകൂടെ? ഭഗവത് നിവേദ്യമാണ് ഉണ്ടാക്കുന്നത്. ഭഗവത് നിവേദ്യം പാക്കറ്റിൽ വരുന്ന ഉമിക്കരിയിട്ടാ ഉണ്ടാക്കുന്നത്. ഞാനും നിങ്ങൾ നെറ്റിയിലിരുന്ന പ്രസാദമാണ് ഈ പണി കാണിച്ചു വെച്ചേക്കുന്നത്. ഞാനും നിങ്ങളും സംശയം തോന്നിയാണ് ഇന്നിവിടെ കയറി വന്നത്. അപ്പൊ രണ്ടുപേരും ഒരു പാ നൂത്തിട്ടിട്ട് ഉണ്ടാക്കിക്കൂടായിരുന്നു. ഒരു പാ നൂത്തിട്ടിട്ട് വീട്ടിൽ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത കരിയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം ഉണ്ടായാൽ എന്ത് കാര്യം? ഇന്നലെ പ്രതിഷേധം ഉണ്ടായപ്പോൾ തീർച്ച പറഞ്ഞതാണ് ദേവസ്വം കമ്മീഷണർ, AC എല്ലാം വന്ന് സംസാരിച്ച്, അസിസ്റ്റന്റ് കമ്മീഷണർ എല്ലാം വന്ന് സംസാരിച്ച് ആ റൂമിനുള്ളിൽ അതിനുള്ള സജ്ജീകരണം ഒരുക്കിയതാണ്. ഇന്ന് നേരെ തിരിച്ച് താഴെ വെച്ചിട്ടുണ്ടാക്കി. തറയിൽ വെച്ച് ഒരു പാവ പോലും വിരിക്കാതെ ഈ തരത്തിൽ പാക്ക് ചെയ്ത് റെഡി എന്താ പറയുക ഇലക്കകത്ത് വെച്ച് കൊടുക്കണം. അപ്പോഴാണ് ഞങ്ങൾ സംശയം തോന്നി. ഞങ്ങൾ അകത്തൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഈ തരത്തിലുള്ള റെഡിമെയ്ഡുള്ള കവറുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് വീണ്ടും ദൗർഭാഗ്യകരമാണ്. കാരണം ഇന്നലെ ഇത്രയും വിഷയമുണ്ടായി, കേരളം മുഴുവൻ കണ്ടു. ഒരു ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാട് കണ്ടെത്തി പിടികൂടിയിട്ട് നടപടി നോക്കിയിരിക്കുമ്പോൾ വീണ്ടും ആ നിർമ്മാണം അത് നല്ല രീതിയിൽ ചെയ്യുന്നതിന് പകരം വീണ്ടും വളരെ വൃത്തിഹീനമായ റെഡിമെയ്ഡ് പാക്കറ്റുകൾ ഇത് ഈ തരത്തിലല്ല. കൊട്ടാരക്കര മഹാക്ഷേത്രത്തിൽ ഈ കരിപ്രസാദം ഉണ്ടാക്കേണ്ടത് ചിരട്ട